ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ജാങ്കോ പ്രോജക്റ്റിനെ പറ്റിയാണ്. പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലോഗ് സൈറ്റ് ആണ്. അപ്പോൾ ബ്ലോഗ് സൈറ്റിനകത്ത് നമുക്ക് ഒരുപാട് ബ്ലോഗ് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിനകത്ത് നമുക്ക് 4 പോസ്റ്റ് കാണാൻ പറ്റും. ഇതൊരു ഹോം പേജ് ആണ്. അപ്പോൾ ഇതിനകത്ത് 4 പോസ്റ്റ് കാണാം. ഓക്കെ. ഈ ഓരോ പോസ്റ്റിന്റെ ഓരോ ഹെഡിങ് ആണ് കാണിക്കുന്നത്, എന്നാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, പിന്നെ കമന്റ്സിന്റെ കൗണ്ട്, ഇതൊക്കെ എല്ലാമാണ് കാണിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഓരോ ബ്ലോക്കിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ, സപ്പോസ് ഇപ്പൊ ഞാൻ മൈ ഫസ്റ്റ് പോസ്റ്റ് ക്ലിക്ക് ചെയ്യാം. മൈ ഫസ്റ്റ് പോസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ടൈറ്റിലും കാണാം, അതുപോലെ തന്നെ ഇതിന്റെ ഡിസ്ക്രിപ്ഷനും കാണാൻ പറ്റും. ഓക്കെ. ഒരു ആർട്ടിക്കിൾ പോലെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഒരു ആർട്ടിക്കിൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ആ ആർട്ടിക്കിളിനെ നമുക്ക് യൂസേഴ്സ് അതിനെപ്പറ്റി കമന്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ആഡ് കമന്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ യൂസർ ഇതിനെപ്പറ്റി കമന്റ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. പോസ്റ്റഡ് ബൈ സം അതർ പേഴ്സൺ, അതായത് പോസ്റ്റഡ് ബൈ ആരാണ് ഇത് പോസ്റ്റ് ചെയ്ത് അതിന്റെ യൂസറിന്റെ പേര് കാണും. ഓക്കെ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഹോം പേജിലേക്ക് പോകുമ്പോൾ ഇതിനകത്ത് മേളിൽ 3 ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എബൌട്ട്. എബൌട്ടിൽ ക്ലിക്ക് ചെയ്താൽ എബൌട്ട് മീ, അതായത് ഈ ബ്ലോഗ് സൈറ്റിനെ പറ്റിയുള്ള ഒരു ഡിസ്ക്രിപ്ഷന്, അതുപോലെ തന്നെ ജിറ്റ്ഹബ്, ലിങ്ക്ഡിൻ. ജിറ്റ്ഹബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ജിറ്റ്ഹബിലേക്ക് പുതിയ ടാബിനകത്ത് ജിറ്റ്ഹബ് സൈറ്റ് ലോഡ് ചെയ്യും. അതുപോലെ തന്നെ ലിങ്ക്ഡിനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും ലിങ്ക്ഡിന്റെ സൈറ്റ് ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ എംകോഡിംഗ് ബ്ലോ ഹോം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നേരെ ഒരു ലോഗിൻ ഒരു യൂസർ ഐക്കൺ കാണാം. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ പേജ് ആണ് വരുന്നത്. യൂസർ നെയിം, പാസ്വേഡ്. ഇവിടെ യൂസർ എന്ന് പറയുന്നത് സൂപ്പർ യൂസർ ആണ്. നമ്മളിവിടെ സൂപ്പർ യൂസറിനെ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ലോഗിൻ ചെയ്യാൻ പറ്റൂ. ഞാനിവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതായത് ന്യൂ പോസ്റ്റ്, ഡ്രാഫ്റ്റ്സ്, ലോഗ് ഔട്ട്, ഈ 3 ലിങ്കാണ് നമുക്ക് പുതിയ അഡീഷണൽ ആയിട്ട് വരുന്നത്. ലോഗിൻ ചെയ്തെങ്കിൽ മാത്രമേ ഈ 3 ലിങ്ക് കാണിക്കത്തുള്ളൂ. ഇപ്പം ന്യൂ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ പോസ്റ്റ് പബ്ലിഷ് ചെയ്യാം. അതുപോലെ ഡ്രാഫ്റ്റ്സ്, അതായത് നമ്മുടെ പോസ്റ്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഡ്രാഫ്റ്റ്സിലേക്കായിരിക്കും പോകും, അതായത് പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ. അത് നമുക്ക് നോക്കാം. ചെറിയൊരു സാമ്പിൾ നോക്കാം. ഓതർ എന്ന് പറയുന്നത് എംകോഡിംഗ് പ്രവീൺ. ഞാൻ ഇവിടെ പ്രവീൺ എടുക്കുകയാണ്. അപ്പോൾ പ്രവീൺ എടുത്തു കഴിഞ്ഞ് ഞാനിവിടെ ഓൾറെഡി നമ്മൾ ടെസ്റ്റ് 2 കഴിഞ്ഞ് ടെസ്റ്റ് 3 അടിച്ച് കഴിഞ്ഞ് ടൈറ്റിൽ ടെസ്റ്റ്, പിന്നെ അതിന്റെ ടെക്സ്റ്റ് ദിസ് ഈസ് സാമ്പിൾ ഓഫ് ടെസ്റ്റ് 3 പറയുമ്പോൾ സേവ് ചെയ്യുക. ഇപ്പോൾ സേവ് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി ഇത് സേവ് ചെയ്താൽ നമുക്ക് നേരെ ഡ്രാഫ്റ്റ്സിലേക്കായിരിക്കും വീഴുന്നത്. ഓക്കെ. ഡ്രാഫ്റ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ട ടെസ്റ്റ് 3 എന്ന് പറഞ്ഞു, നമ്മൾ അതായത് ഇത് പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സാമ്പിൾ ടെക്സ്റ്റ് ഓഫ് ടെസ്റ്റ് 3 എന്ന് പറയും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ പോസ്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യാം. അത് രണ്ടും ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് 3 എന്ന് പറഞ്ഞാൽ സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, എനിക്ക് ഇത്രയും മതി. ഇപ്പൊ ഞാനിത് പബ്ലിഷ് ചെയ്യാം. ഓക്കെ. ഇത് പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ഹോം പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ടെസ്റ്റ് 3 എന്ന് പറഞ്ഞായിരിക്കും വന്നിരിക്കുന്നത്. ഓക്കെ. ഇത് പബ്ലിഷ് ആയിട്ടുണ്ട് ഈ പോസ്റ്റ്. ഇപ്പൊ ഈ പോസ്റ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കമന്റ്സും ആഡ് ചെയ്യാം. കമന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഓതർ എന്ന് പറയുന്നത് ജെഡി എന്ന് പറയുന്ന ഓതർ, ആർട്ടിക്കിൾ, ഗുഡ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു കമന്റ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ. പോസ്റ്റ് കമന്റ് ചെയ്യുമ്പോൾ ഇവിടെ ഡിലീറ്റ് ഉണ്ട്, നമുക്ക് സേവ് ഉണ്ട്. ഞാനിവിടെ സേവ് ചെയ്തു. ഓക്കെ. പോസ്റ്റഡ് ബൈ ജെഡി. ഓക്കെ. അപ്പൊ ഇതാണ് നമുക്ക് ഹോം പേജിലേക്ക് വരുമ്പോൾ നമ്മുടെ കമന്റ്സ്. ഈ ടെസ്റ്റ് 3 നമ്മളിപ്പോൾ പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിൾ ആണ്. അതിനകത്ത് നമുക്ക് കമന്റ്സ് ഇപ്പൊ ആഡ് ചെയ്തതാണ്. അതിന്റെ കൗണ്ട് ആണ് 1 കാണിക്കുന്നത്. ഇതാണ് ബ്ലോഗ് സൈറ്റിന്റെ വർക്ക് ഫ്ലോ. ഇനി നമുക്ക് നേരെ സൊല്യൂഷനിൽ നോക്കാം. ഓക്കെ. അപ്പൊ ഇതാണ് ജാങ്കോ പ്രോജക്റ്റിന്റെ സൊല്യൂഷന്റെ സ്ട്രക്ചർ. ആക്ച്വലി ഈ പ്രോജക്റ്റ് ഞാൻ വേറൊരു വെബ്സൈറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തത്. പക്ഷെ ഇതിനകത്ത് കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ പ്രോജക്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത് പഴയ ഒരു ജാങ്കോ വെർഷൻ ആണ് യൂസ് ചെയ്തത്. ഇതിന്റെ പുതിയ വെർഷനിൽ ഇത് സപ്പോർട്ട് ചെയ്തില്ല. അല്ലെങ്കിൽ
ജാങ്കോയുടെ പഴയ വെർഷനാണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ വെർച്വൽ ENVയിൽ നിങ്ങളുടെ ജാങ്കോ ഇതിലെ ഏത് വെർഷനാണോ യൂസ് ചെയ്തിരിക്കുന്നത് ആ വെർഷൻ നിങ്ങൾ വെർച്വൽ ENVയിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാം. അതായത് ലേറ്റസ്റ്റ് വെർഷനിലേക്ക് കൊണ്ടുവരാം. ഞാനിത് ലേറ്റസ്റ്റ് വെർഷനിലേക്കാണ് ചെയ്തത്. അതുകൊണ്ട് കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് നമ്മുടെ ജാങ്കോ പ്രോജക്റ്റിന്റെ സ്ട്രക്ചർ. ഇതിൽ മൈ സൈറ്റ് എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് സെറ്റിംഗ്സ് ഡോട്ട് പൈ ഫയൽ വരുന്നത്. സോ ഇതാണ് നമ്മുടെ മെയിൻ പ്രോജക്റ്റിന്റെ ഫോൾഡർ. അതുപോലെ ബ്ലോഗ് എന്ന് പറയുന്നത് നമ്മളുടെ ആപ്ലിക്കേഷൻ ആണ്. സോ ആപ്ലിക്കേഷനകത്ത് കുറേ ഉണ്ട്. മോഡൽസ് ഉണ്ട്, ഫോംസ് ഉണ്ട്, ആപ്സ്, അഡ്മിൻ, URLs ഇതൊക്കെ എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ മൈ സൈറ്റിനകത്ത് പോയാൽ സെറ്റിംഗ്സ് ഡോട്ട് പൈനകത്ത് യൂസ് ചെയ്യുന്നത് നമ്മൾ ബൂട്ട് സ്ട്രാപ്പ് 3, അതുപോലെ ബ്ലോഗ് എന്ന് പറഞ്ഞത് ഇൻസ്റ്റാൾഡ് ആപ്സ് ആണ്. സോ ബൂട്ട് സ്ട്രാപ്പ് 3 എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഈ സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സോ നിങ്ങൾ ഇത് റൺ ചെയ്ത് നോക്കിയാൽ കുറച്ച് എറേഴ്സ് വരും. അതായത് ബൂട്ട് സ്ട്രാപ്പ് 3 മൊഡ്യൂൾ വേണം. സോ ബൂട്ട് സ്ട്രാപ്പ് 3 നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബ്ലോഗ് ഓൾറെഡി ഇതിനകത്ത് കാണും. അപ്പോൾ ഇതിനകത്ത് സ്റ്റാറ്റിക് ഫയൽസ് ഒക്കെ ഉണ്ട്. സോ ബ്ലോഗിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളുടെ ടെംപ്ലേറ്റ്സ്, ടെംപ്ലേറ്റ്സിൽ ബ്ലോഗിനകത്ത് ബേസ് ഡോട്ട് HTML, ഈ ബേസ് ഡോട്ട് HTML ആണ് ഇതിന്റെ മെയിൻ ഇൻഡെക്സ് ഡോട്ട് HTML എന്ന് പറയണം. ബേസ് HTML. ബാക്കി എല്ലാം വരുന്നത് ഇതിന്റെ എക്സ്റ്റെൻഡ് ചെയ്തായിരിക്കും. എക്സ്റ്റെൻഡ് ബേസ് ഡോട്ട് HTML, ബാക്കിയെല്ലാം ഇതിന്റെ സബ് ടെംപ്ലേറ്റ്സ് ആണ്. സോ ഇതിന്റെ മെയിൻ HTML ഫയൽ വരുന്നത് ബേസ് ഡോട്ട് HTML ആണ്. സോ ഇതിനകത്ത് ഒരുപാട് ലിങ്ക് റെഫർ ചെയ്തിട്ടുണ്ട്. സൈറ്റ്, അതുപോലെ സ്റ്റൈൽ ഷീറ്റും എല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ആണ് നമ്മുടെ ലിങ്ക്, അതായത് ഹെഡിങ്ങിലെ ലിങ്ക്, നാവ് ബാറിലെ ലിങ്ക് ആണ് ഇത്. അബൌട്ട് ജിറ്റ്ഹബ് ലിങ്ക്ഡിൻ, ജിറ്റ്ഹബ് ലിങ്ക്ഡിൻ എന്നൊക്കെ പറഞ്ഞത്. പിന്നെ വരുന്നതുകൊണ്ട് ന്യൂ പോസ്റ്റ്, ഡ്രാഫ്റ്റ്സ്, ലോഗൗട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലിങ്ക് ഡിസ്പ്ലേ ആവുന്നത് ലോഗിൻ ചെയ്തത് മാത്രമാണെങ്കിൽ. സോ അവിടെ ഒരു ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. യൂസർ ഡോട്ട് ഇസ് അണ്ടർസ്കോർ ഓതന്റിക്കേറ്റഡ് ആണെങ്കിൽ മാത്രം ന്യൂ പോസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കും. അല്ലെങ്കിൽ ലോഗിൻ എന്ന് പറഞ്ഞായിരിക്കും കാണിക്കുന്നത്. ലോഗിന്റെ യൂസർ ഐക്കൺ ആയിരിക്കും കാണിക്കുന്നത്. ബാക്കിയെല്ലാം ബ്ലോക്ക് കണ്ടന്റ്, അതായത് നമുക്ക് അതിനകത്ത് എന്തൊക്കെയാണ്, അതായത് കണ്ടെയ്നർ. സോ കണ്ടെയ്നറിനകത്ത് അതിന്റെ ബോഡിക്കകത്ത് എന്താണ് വരേണ്ടത് അതെല്ലാം ഇതിനകത്ത് കാണിക്കും. സോ ഇനി ബാക്കി നമ്മൾ ഇത് ഓരോ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. സോ ഈ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതെങ്ങനെ ഇതിന്റെ വർക്കിങ്ങിനുള്ള ഡീറ്റെയിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കാം.